ഹായ്, പ്രൈസ് ഗോഡ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ആ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ ആദ്യമേ വന്നു കഴിഞ്ഞു എല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. ഇപ്പം ഈ ഒരു തിരുവചനത്തിലൂടെ പോയപ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചു, എന്താണ് ഏലിയ വന്നു കഴിഞ്ഞു? ശിഷ്യന്മാർ 3 വർഷം ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. കുറേയൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഏലിയയുടെ കാര്യത്തെക്കുറിച്ച് നിയമജ്ഞർ അന്നത്തെ കാലത്ത് യഹൂദർ ഈശോയെ അക്സെപ്റ്റ് ചെയ്തിരുന്നേ ഇല്ല. ഈശോ വരുന്ന കാര്യത്തെക്കുറിച്ചോ ഈശോ വന്ന് പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അന്നത്തെ കാലത്തും യഹൂദർ പഴയ നിയമം തന്നെയാണ് പാലിച്ചുകൊണ്ട് പോരുന്നത്. അപ്പം ഏലിയ വരുന്നതിന് വേണ്ടി അന്നത്തെ യഹൂദ ജനത കാത്തിരിക്കുകയാണ്. ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും എന്നുള്ളതിനെക്കുറിച്ച് യഹൂദ ജനത പറയുന്നതനുസരിച്ച് അവർ കാത്തിരിക്കുകയാണ്. ഏലിയ വരും, എല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുകയാണ് ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത്. അപ്പോൾ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. അപ്പോൾ ഏലിയ വന്നു കഴിഞ്ഞു എന്നുള്ളത് ഈശോ പറയുന്നത് സ്നാപകയോഹന്നാനെ കുറിച്ചാണ്. സ്നാപകയോഹന്നാൻ്റെ വരവ്, അവർ അവനോട് ഇഷ്ടമുള്ളതെല്ലാം, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അവർ അവനോട് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു. അപ്പം അവൻ ഈശോയ്ക്ക് മുമ്പേ പാതകൾ നേരെയാക്കാനായിട്ടാണ് സ്നാപകയോഹന്നാൻ വന്നത്. സ്നാപകയോഹന്നാന് സത്യം തുറന്ന് സത്യം വിളിച്ച് പറയുമ്പോൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അന്നത്തെ യഹൂദ ജനത അവനെ തള്ളിപ്പറയുന്നു, കേൾക്കുന്നില്ല. അങ്ങനെ അവർ അവനോട് ഇഷ്ടമുള്ളതെല്ലാം അവസാനം സ്നാപകയോഹന്നാൻ്റെ തലയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, ഏലിയ വന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ യേശയ്യായുടെ പുസ്തകത്തിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ വരവിനെക്കുറിച്ചും ഒക്കെ എഴുതുന്നതും എല്ലാം കാണുന്നുണ്ട്. അപ്പം ഈശോയുടെ വരവിന് മുമ്പായിട്ട് സ്നാപകയോഹന്നാൻ വരികയും ഈശോയ്ക്ക് മുമ്പേ വഴിയൊരുക്കുകയും ചെയ്തു. ആ സ്നാപകയോഹന്നാനെ കുറിച്ചാണ് ഈശോ പറയുന്നത് ഏലിയ വന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് അറിയുവാനും ഈശോയുടെ ആ സ്നേഹം ഒന്നും കൂടെ മനസ്സിലാക്കുവാനും, ശിഷ്യന്മാരെ കൂടെ നടന്നു എന്നാലും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാതെ പോകുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും ഈശോയെ പരിശുദ്ധാത്മാവിനോട് ധ്യാനിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ എനിക്ക് വചനങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് വചനങ്ങൾ മനസ്സിലാക്കാം, വായിക്കാം, ഒരു വചനമെങ്കിലും ഹൃദയസ്ഥമാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.